ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു കിഡിലൻ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായി എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണിത്. ഒരു സൂപ്പർ ഒരു കിടിലൻ ഐറ്റമാണ്. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ആവും ഈ റെസിപ്പി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിൽ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 200 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും ചേർത്തിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടാവണം. നന്നായി മെൽട്ടായിട്ട് ചോക്ലേറ്റ് തണുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത്. അപ്പോൾ ചോക്ലേറ്റ് വീണ്ടും സെറ്റായി പോവും. അതുകൊണ്ട് കുറച്ച് ഇളം ചൂടുള്ള ആ ഒരു ഇതിൽ വേണം ചോക്ലേറ്റ് മെൽട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചോക്ലേറ്റ് മെൽട്ടായിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി നല്ലൊരു ഫൈൻ ആയിട്ട് ചോക്ലേറ്റ് എടുക്കണം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് വേണം ഇതിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത്, സെറ്റായി പോകരുത്. ചോക്ലേറ്റ് സെറ്റാവാതെ കുറച്ച് ലൈറ്റായിട്ടുള്ള ചൂടിൽ വേണം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് നമ്മുടെ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് മുഴുവനായിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഷുഗർ നന്നായിട്ട് ശരിക്കും ഒരു നല്ല ടെക്സ്ചറിൽ, നമ്മളത് തൊട്ട് നോക്കുമ്പോൾ തരികളൊന്നും ഇല്ലാത്ത ഒരു ടെക്സ്ചറിൽ കിട്ടിയാൽ മതി. നമ്മുടെ സാധാരണ കേക്ക് ആക്കുന്നത് പോലെ ഒരുപാടങ്ങ് പതഞ്ഞ് വരികയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ബീറ്ററിൽ തന്നെയാണ് ആക്കിയത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. മുഴുവനും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ എല്ലാം നമുക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് നമ്മൾ കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു. ഇനി നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റ് ഫുള്ളായിട്ടും അതിൽ നന്നായിട്ട് മിക്സായി ആ ചോക്ലേറ്റിന് ശരിക്കും നല്ല ഡാർക്ക് കളറ് വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ തന്നെ നമ്മൾ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും. അത് ലൈറ്റ് കൊക്കോ ആയാലും ഡാർക്ക് ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊന്നും നമ്മുടെ സാധാരണ കേക്കിൽ ഉണ്ടാക്കുന്ന പോലെ ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. അപ്പം നന്നായിട്ട് നമ്മൾ അരിച്ച് അതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തു. ഫുള്ളായിട്ട് തന്നെയാണ് നമ്മൾ ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് അരിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഇനി ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് പണിയൊന്നുമില്ല, നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്.
അതിനുശേഷം നമ്മൾ സ്ക്വയറിൻ്റെ മോൾഡിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ മോൾഡിലോട്ട് നമ്മുടെ ആ ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 30 to 35 മിനിറ്റ്സൊക്കെ ഓവനിൽ വെച്ചാൽ മതി. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബാറ്റർ അതിലോട്ട് വെച്ചു. ഇനി നമുക്ക് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 30 to 35 മിനിറ്റ്സ് വരെ ടൈം വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ പുറത്ത് നിന്ന് തന്നെ കാണാം നമുക്ക്. മേൽഭാഗം, കേക്കിൻ്റെ മേൽഭാഗം കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ വെച്ച ടൈം കറക്റ്റായിരുന്നു. കറക്റ്റ് 35 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബ്രൗണി ഇവിടെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഒരുപാട് അങ്ങ് തണുത്ത് പോകണ്ട. പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മോൾഡിൽ നിന്ന് പുറത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് പുറത്തെടുത്തു. ഇനി നമുക്ക് ബ്രൗണി കട്ട് ചെയ്യുന്നത് അറിയാമല്ലോ. ഇതുപോലെ നമ്മുടെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബേക്കറിയിലൊക്കെ ബ്രൗണി നമ്മൾ വാങ്ങിക്കാൻ പോയിട്ടാകുമ്പം 70 റുപ്പീസൊക്കെ ഉണ്ട് ബ്രൗണിക്ക്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് നമ്മൾ വീട്ടിൽ നിന്ന് ആക്കുമ്പോൾ അത്രയും പ്രൈസ് ഉണ്ടാവില്ല. നമ്മൾ അതിലും കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഒരേ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിൽ ചില മിസ്റ്റേക്സ് ഉണ്ടാവും. വീട്ടിൽ ഞങ്ങൾക്ക് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാനങ്ങനെ വെറുതെ ഒന്ന് ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ നല്ല മേൽഭാഗം കാണുമ്പോൾ നമ്മൾ ഹാർഡായിട്ട് തോന്നും. പക്ഷേ നല്ല സോഫ്റ്റാണ്. വായിലിടുമ്പോഴത്തേക്ക് അലിഞ്ഞങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ബ്രൗണി മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ പെർഫെക്ഷനിൽ ചെയ്യും. നമ്മൾ ഐസിങ് ബാഗിലൊക്കെ ആക്കിയിട്ട് നല്ല നീറ്റിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്നാമത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതും കാരണം മടിയായത് കാരണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ താങ്ക് യു.